വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അണ്ടർ ഐ പിഗ്മെൻറ്റേഷൻ. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം ജെനറ്റിക് ഫാക്ടേഴ്സാണ്. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഇതുപോലെ അണ്ടർ ഐ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. സെക്കൻഡ് വൺ ഈസ് സൺലൈറ്റ് എക്സ്പോഷർ. പലപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അണ്ടർ ഐ ഏരിയ കവർ ചെയ്യാണ്ട് വിടും. ഇതും പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. തേർഡ് വൺ ഈസ് അലർജീസ്. അലർജി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കണ്ണ് റബ്ബ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. കാരണം ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അങ്ങനെ കണ്ണ് റബ്ബ് ചെയ്യും. അപ്പോഴും ഫ്രിക്ഷൻ കാരണം പിഗ്മെൻറ്റേഷൻ വരും. ഫോർത്ത് വൺ ഈസ് അൺകറക്റ്റഡ് റിഫ്രാക്റ്റീവ് എറേഴ്സ്. നിങ്ങൾക്ക് ലോങ് സൈറ്റോ ഷോർട്ട് സൈറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണ് ടയേർഡ് ആവുകയും കണ്ണ് റബ്ബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയും ചെയ്യും. അത് കാരണം പിഗ്മെൻറ്റേഷൻ വരികയും ചെയ്യും. ദ ഫിഫ്ത്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ലീപ്പാണ്. സ്ലീപ്പ് കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോൺസ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സ്, സ്മോക്കിംഗ്, ഡീഹൈഡ്രേഷൻ, അതായത് കറക്റ്റ് വെള്ളം കുടിക്കാതിരിക്കുക, ഇതെല്ലാം അണ്ടർ ഐ പിഗ്മെൻറ്റേഷൻ്റെ കാരണങ്ങളാണ്.